ഹായ് ഹലോ. ഇന്ന് കാത്തൂൻ്റെ ലൈഫിലൊരു പുതിയ വിശേഷമായിട്ടാണ് വന്നിട്ടുള്ളത്. ഇന്ന് കാത്തൂൻ്റെ ചോറൂണാണ്. അപ്പോൾ ഞങ്ങൾ കാലത്ത് തന്നെ അവിടെ എത്തി. കാത്തൂൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു. കുളിച്ച ഡ്രസ്സൊക്കെ മാറി സുന്ദരിക്കുട്ടിയായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബാക്കിയുള്ള പരിപാടികളാണ് ഞങ്ങൾ ചെയ്യണം. പുരിക എഴുതി ഉറങ്ങാണ്ട് പുരിക എഴുതുന്ന കാരണം ചെറിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എന്നാലും കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്തത് പുരിക എത്തി കൊടുത്തു. ഉറങ്ങാത്തതിൻ്റെ പൊട്ടുകുത്താനായിട്ട് ചെറിയ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു. സാരില്ല, എന്നാലും ഒരു വിധത്തിലൊക്കെ എഴുതി ഒപ്പിച്ചു. ഉറങ്ങി കിടക്കുമ്പോൾ ഇതൊക്കെ ചെയ്യാൻ വളരെ ഈസിയല്ലേ. അങ്ങനെ ഇരിക്കുമ്പോൾ അങ്ങോട്ടൊക്കെ ചെയ്യുമ്പോൾ ബുദ്ധിമുട്ടാണ്. വീടിനടുത്തുള്ള തറവാട്ടമ്പലത്തിലായിരുന്നു ഉണ്ണിയുടെ ചോറൂണ്. അപ്പോൾ എല്ലാവരും നടന്നു പോകാനുള്ള വഴിയുള്ളൂ. അപ്പോൾ എല്ലാവരും അവിടെ നിന്ന് ഇറങ്ങാണ്, വീട്ടിൽ നിന്ന് ഇറങ്ങാണ്. അച്ഛമ്മ അമ്പലത്തിൽ പോയിട്ട് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് അവിടെ. അപ്പോൾ ഇതാണ് ഞാൻ അമ്പലം. ഒരു നല്ല ഭംഗിയുള്ളൊരു അമ്പലം കേട്ടോ. ഞാൻ ആദ്യമായിട്ട് അമ്പലം കണ്ടിട്ടില്ല ഇതുവരെ. ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. നല്ലൊരു അറ്റ്മോസ്ഫിയറും ഉണ്ട്. ഒരു പോസിറ്റീവ് എനർജി ഇപ്പോഴും ഫീൽ ചെയ്യണ ഒരു അമ്പലമാണത്. ഞായറാഴ്ച ആയതുകൊണ്ട് അമ്പലത്തിലെ ആൾക്കാർ ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു. കുടുംബക്ഷേത്രമാണത്. അങ്ങനെ ഉണ്ണിക്ക് ചോറ് കൊടുക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു തുടങ്ങി. ഇപ്പോൾ ചടങ്ങ് അമ്പലത്തിൽ പൂജയൊക്കെ കഴിഞ്ഞതിന് ശേഷം ചടങ്ങ് കൊടുത്തു. ആദ്യ പുണ്യാഹവും ചന്ദനമൊക്കെ തൊടിയിക്കുകയാണ് ഉണ്ണിക്ക്. അത്യാവശ്യം വാശി ഉണ്ടായിരുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കാലത്ത് കുളി കഴിഞ്ഞിട്ട് ഉറങ്ങാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അതിൻ്റെ ഒരു വാശി ഉണ്ടായിരുന്നു ചെറുതായിട്ട്. എന്നാലും വലിയ കുഴപ്പമില്ലാണ്ട് കാത്തും കൊണ്ട് ചോറുണ്ടു. അങ്ങനെ ലൈഫിലെ മറ്റൊരു വിശേഷം. ഒരുപാട് സന്തോഷം തോന്നി. കാരണം കാത്തൂൻ്റെ ചോറൂണിന് പോകാനും ഭയങ്കര സന്തോഷമുള്ള ദിവസം തന്നെയായിരുന്നു അത്. ആദ്യമായിട്ട് ഉപ്പും പുളിയും മധുരമൊക്കെ നുണയുമ്പോൾ ആദ്യം മോൾ കൊടുത്ത് പിന്നെ ഇഷ്ടമായി. പിന്നെ അത് നുണഞ്ഞ ആദ്യമായിട്ട് എല്ലാ രുചികളൊക്കെ പരിചയപ്പെടണം. അപ്പോൾ ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടുള്ള പോലെ ഇരിക്കുന്നുണ്ടായിരുന്നു. കരച്ചിലൊക്കെ മാറി കൊടുക്കുമ്പോൾ ഇങ്ങനെ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അച്ഛമ്മ പിന്നെ എല്ലാവരും കൊടുത്തു കേട്ടോ. എൻ്റെ അമ്മ, അച്ഛമ്മ, ചേട്ടന്മാർ, കുട്ടിക്ക് 3-4 വലിച്ചന്മാരുള്ള കാരണം വലിച്ചന്മാരൊക്കെ കൊടുത്തു. പിന്നെ പിള്ളേർ സെറ്റും പറഞ്ഞിട്ട് ഞാൻ വന്നിരുന്നത്, ഉണ്ണിക്ക് ചോറ് കൊടുക്കണം, ഉണ്ണിക്ക് പുളി കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ എല്ലാ പിള്ളേരും, ചേട്ടന്മാരും, ഉണ്ണിയുടെ ചേട്ടന്മാരും ചേച്ചിമാരും എല്ലാവരും കൊടുത്തു. കുറച്ച് കഴിഞ്ഞപ്പോൾ വാശിയൊക്കെ ആയി തുടങ്ങി. അങ്ങനെ ഞാനും ഉണ്ണിക്ക് ചോറൂണ് കൊടുത്തു. ഇതൊക്കെ പിള്ളേർ സെറ്റാണ്. ഉണ്ണിയുടെ ചേട്ടന്മാരാണ് കൂടുതലും ഉണ്ണിക്ക്. അവരുടെ വീട്ടിലെ ഏറ്റവും കൂടുതൽ ആൺപിള്ളേരാണ്. ആദ്യത്തെ പെൺകുട്ടിയാണ് കാത്തു. അതുകൊണ്ട് ഇവിടെ ഞങ്ങളുടെ വീട്ടിൽ ഇഷ്ടംപോലെ പെൺപിള്ളേരുണ്ട്. അവരുടെ വീട്ടിലെ ആദ്യത്തെ പെൺകുട്ടിയാണ്.
ചോറൊക്കെ എല്ലാവരെയും നിന്ന് വാങ്ങിച്ചു കഴിച്ചു. വലിയ കുഴപ്പമില്ലാതെ ആ പരിപാടി ഭംഗിയായിട്ട് നടന്നു. കുറച്ച് ഫോട്ടോ സെഷൻസൊക്കെ എടുത്തു. ഉറക്കം വന്നതിൻ്റെ ഭയങ്കര ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് നമ്മുടെ അവിടുത്തെ വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും നിങ്ങൾ വണ്ടീനെ ഇടയ്ക്കൊക്കെ. പിന്നെ ചോറ് കൊടുത്തതിന് ശേഷം ഇങ്ങനെ അമ്പലത്തിൽ ദേവീനെയൊക്കെ തൊഴിപ്പിച്ചു. കാരണം ചോറിട്ടല്ല ദേവീനെ തൊഴുക. ദേവീനെ നടക്കിലിരുന്ന് ചോറുണ്ട്. എല്ലാ അവിടുത്തെ പ്രതിഷ്ഠകളൊക്കെ കൊണ്ട് തൊഴിപ്പിച്ചു. അവിടെ പാമ്പുംകാവും ഉണ്ട് കേട്ടോ. പ്രത്യേകം നല്ലൊരു ഭംഗിയുണ്ടായിരുന്നു, കാണാനും നല്ല രസമുള്ളതായിരുന്നു. പിന്നെ അമ്മമ്മയായിട്ട് കുറച്ച് ഫോട്ടോ. നല്ല ഉറക്കം വരികയാണ്, രക്ഷയില്ല. എന്നാൽ ഉറങ്ങണമില്ല. കാരണം ഈ ബഹളവും ഇതൊക്കെ കേട്ട് ആളിങ്ങനെ ഉറങ്ങണമില്ല എന്നാൽ നല്ല ഉറക്കം വരുന്നുള്ള രീതിയിലാണ്. പിന്നെ അവരുടെ ഫാമിലി ഫോട്ടോ കുറച്ചെടുത്തു. എന്നെ ഉറങ്ങാണ്ടിരിക്കുന്ന നേരത്ത് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാമെന്ന് പറഞ്ഞിട്ട് അമ്പലത്തിനുള്ളിൽ വെച്ച് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അപ്പോൾ ഇതാണ് ഇന്നത്തെ വിശേഷം, കാത്തൂൻ്റെ ചോറൂണ്. പിന്നീട് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ.